development to have happened in the medical world, a thought was needed. ദൈവത്തിന്റെ വിരലുകളെ സാറേ, ദൈവത്തിന് മനുഷ്യരെ തൊടാനുള്ള വിരലുകൾ. അപ്പോത്തിക്കിരി എന്ന സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച നായക കഥാപാത്രം ഡോക്ടർ വിജയ് നമ്പ്യാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ട് ഒരു കാലത്ത് നാട്ടിൽ ഒരു കൂട്ടം ഡോക്ടർമാരുണ്ടായിരുന്നു. വേദന കൊണ്ട് പൊളയുന്ന മനുഷ്യർക്ക് ആശ്വാസം പകരാനായി മരുന്നുകൾ നിറച്ച പെട്ടികളുമായി അവർ കൂട്ടത്തോടെ വരുമായിരുന്നു. അന്ന് അവരെ ജനം നെഞ്ചോട് ചേർത്ത് വിളിച്ചു അപ്പോത്തിക്കിരി. സ്പെഷ്യലിസ്റ്റുകൾ നാളെ രോഗികളെ തേടി നാട്ടിലേക്ക് ഇറങ്ങണമെന്നല്ല പറയുന്നത്. പക്ഷേ അപ്പോത്തിക്കിരി എന്ന പേര് ബോർഡിൽ മാത്രം ഒതുക്കി നിർത്താതെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. ഡോക്ടർ എന്ന പദത്തിന് സ്വന്തം പ്രവർത്തനത്താൽ പൂർണ്ണത പകർന്നപ്പോഴാണ് ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ അവനിശ്ശേരി ഗ്രാമത്തിന്റെ അപ്പോത്തിക്കിരിയായി മാറിയത്. 1961 ജൂലൈ 30 വടക്കോട്ട് വാസുദേവൻ സരസ്വതി ദമ്പതികളുടെ മകനായി ജനനം. അച്ഛൻ VK വാസുദേവൻ PWD ചീഫ് എഞ്ചിനീയറായും അമ്മ സരസ്വതി വിദ്യാഭ്യാസ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സത്യസന്ധനും നിസ്വാർത്ഥനുമായിരുന്നു വാസുദേവൻ. നേരായ മാർഗത്തിലൂടെ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന കാരണത്താൽ സ്ഥലം മാറ്റവും പതിവ് സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ 13 വിദ്യാലയങ്ങളിലായിട്ടാണ് ഉണ്ണികൃഷ്ണന്റെ വിദ്യാലയതല വിദ്യാഭ്യാസം നടന്നതും. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്നും BSc സുവോളജി 2ാം റാങ്കോടെ പാസായി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS പഠനം പൂർത്തിയാക്കിയതിനു ശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ഫിസിയോളജിയിൽ MD കരസ്ഥമാക്കി. ഒരിക്കലും തന്റെ അധ്വാനം സ്വകാര്യ ആശുപത്രിക്ക് ലാഭം കൊയ്യുവാൻ കൊടുക്കില്ലെന്ന ദൃഢനിശ്ചയം മനസ്സിലുണ്ടായിരുന്നു. അവനിശ്ശേരിയിൽ സ്വന്തം ഗ്രാമത്തിലെ ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. ഒരു ക്ലിനിക്ക് തുടങ്ങണമെന്ന ആഗ്രഹം അങ്ങനെ അച്ഛനോട് തുറന്നു പറഞ്ഞു. മകന്റെ ഉള്ളിലെ നന്മ കണ്ടറിഞ്ഞ് വാസുദേവൻ ആനക്കല്ലിൽ ഒരു മുറി പണിതു നൽകി. 1988 അവനിശ്ശേരി ഗ്രാമത്തിന് ഭാവിയിൽ അഭിമാനിക്കാവുന്ന ക്ലിനിക്കിന് ആനക്കല്ല് ഖാദി ഗ്രാമോദ്योग ഭവന് സമീപം ആരംഭമായി. സാധാരണക്കാരന്റെ കഷ്ടപ്പാടുകൾ കണ്ടറിഞ്ഞ് പലപ്പോഴും ചെയ്യുന്ന സേവനത്തിന് പ്രതിഫലം പോലും വാങ്ങാതെ പ്രവർത്തനം. 1989 ചന്ദ്രകാന്തയുമായുള്ള വിവാഹത്തോടെ പ്രവർത്തന മേഖലയിൽ ഒപ്പം നിൽക്കുവാൻ സാധിക്കുന്ന ജീവിത പങ്കാളിയെയും ലഭിച്ചു. 1994 തൃശൂർ മെഡിക്കൽ കോളേജ് ഫിസിയോളജി അധ്യാപകനായി നിയമിതനായി. 2006 അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ് നിരോധിച്ചപ്പോൾ ദുരിതത്തിലായത് അവനിശ്ശേരി ഗ്രാമവാസികളാണ്. ഡോക്ടർ വി ഉണ്ണികൃഷ്ണന്റെ സേവനം ലഭിക്കുന്നില്ലെന്ന അവസ്ഥയായി. നാട്ടുകാരുടെ വിഷമം മനസ്സിലാക്കിയ അദ്ദേഹം പെരിഞ്ചേരി പുരോഗമന കലാസമിതി പ്രവർത്തകരുമായി ആലോചിച്ച് എല്ലാ ഞായറാഴ്ചകളിലും കലാസമിതി ഓഫീസിൽ സൗജന്യ ചികിത്സാ യജ്ഞത്തിന് രൂപം നൽകി. അന്ന് ആരംഭിച്ച സൗജന്യ ചികിത്സാ യജ്ഞം ഇന്നും ഇടവേളകളില്ലാതെ തുടർന്നു പോകുന്നു. ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു രോഗിക്ക് എന്ന് ഒരു ഡോക്ടർ അപ്രാപ്യനായിത്തീരുന്നുവോ അത് അന്ന് അയാളുടെ പ്രൊഫഷണൽ ഡെത്താണ്. അയാളുടെ തൊഴിൽപരമായിട്ട് അയാൾ മരിച്ചു എന്നാണ് അർത്ഥം. കാരണം അയാളെ അപ്രോച്ച് ചെയ്യാൻ അയാളുടെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്തൊരവസ്ഥ വരികയാണ്. അതിപ്പോൾ അയാളൊരു ആശുപത്രിയിൽ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ഏതോ ആളാണെന്നോ അല്ലെങ്കിൽ അയാളുടെ ഫീസ് വളരെ കൂടുതലാണെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ ഡോക്ടർ എന്ന പദവിക്ക് അർഹനല്ല. അപ്പോൾ ഇത് ഞാൻ എന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ യാതൊരു ചോദ്യങ്ങളും ചോദിക്കാതെ പിന്തുണ തരുന്ന ഒരു കുടുംബം എൻ്റെ കൂടെ ഉണ്ട്. അവരെല്ലാ കാലത്തും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ അച്ഛനമ്മമാരായാലും എൻ്റെ ഭാര്യ ആയാലും എൻ്റെ മകനായാലും എൻ്റെ ഭാര്യ മാതാവ് ഞങ്ങളുടെ കൂടെ താമസിക്കുന്നുണ്ട്. ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ ഞായറാഴ്ച ദിവസം 5 മണിയായി കഴിഞ്ഞാൽ എന്താ പോവാത്തെ എന്ന് ചോദിക്കുന്നവരാണ് എൻ്റെ അടുത്ത് ക്ലിനിക്കിലേക്ക്. അതായത് അവരും ഇതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്ന ആളുകളാണ്. അപ്പൊ ഇതൊക്കെ ജീവിതത്തിലത്തെ ചെറിയ വലിയ ഭാഗ്യങ്ങളെന്ന് മാത്രമേ ഞാൻ കണക്കാക്കുള്ളൂ. കൊള്ളലാഭം കൊയ്യുന്ന മരുന്ന് കമ്പനികൾ, അവരുടെ നിർദ്ദേശത്തോടെ ആവശ്യത്തിനും അനാവശ്യത്തിനും മരുന്ന് എഴുതി കൊടുക്കുന്ന ഡോക്ടർമാർ, അത്തരക്കാരെ കാണുവാൻ സാധാരണക്കാരായ രോഗി ഭയപ്പെടുന്ന അവസ്ഥയാണ് എന്നുള്ളത്. അവിടെയാണ് ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ വ്യത്യസ്തനാവുന്നതും. ലാളിത്യമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര.
രോഗി ഡോക്ടറെ കാണുവാൻ വരുന്ന പോലെയല്ല, സ്വന്തം കുടുംബത്തിൽ വന്ന അന്തരീക്ഷമാണ് അദ്ദേഹം സമ്മാനിക്കുന്നതും. മകൻ അജിത് കൃഷ്ണയും അച്ഛനെ പോലെ സാമൂഹിക സേവനത്തിന്റെ പാതയിലാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലുമാണ് അജിത്ത്. ഭാര്യ ചന്ദ്രകാന്ത നെടുമുഴ വനിതാ പോളിടെക്നിക് കോളേജിലെ പ്രിൻസിപ്പാളാണ്. പ്രതിഫലം ഇച്ഛിക്കാതെ പ്രവർത്തിക്കുന്ന ഡോക്ടർ വി ഉണ്ണികൃഷ്ണന് പൊതുജനങ്ങളോട് പറയുവാനുള്ളത് ഒന്നു മാത്രമാണ്: സാമാന്യ ബുദ്ധിയോടെ ആരോഗ്യരംഗത്തെ നോക്കിക്കാണണം. മരുന്ന് കമ്പനികളുടെ കഴുകൻ കണ്ണുകളിലും സ്വകാര്യ ആരോഗ്യ മേഖലയുടെ ചതിക്കുഴിയിലും ചെന്നുപെടരുത്.